السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى ثم اجتباه ربه فتاب عليه وهدى. ഏറെ സ്നേഹാദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഏകനായ പടച്ചറബിന്റെ വിധിവിലക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പടച്ചവന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. ഈമാനോടുകൂടി നമ്മുടെ അന്ത്യസമയം, മരണം സ്വീകരിക്കാനുള്ള, നേരിടാനുള്ള അതിനുള്ള കരുത്തും തൗഫീഖും അള്ളാഹു നമുക്ക് അരുളുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 51-ാമത് ക്ലാസ്സിൽ 120 മുതൽ ഉള്ള ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലെ ചില പാഠങ്ങളാണ്. പിശാചിന്റെ വഞ്ചനാപരമായ ചില കുതന്ത്രങ്ങളെ സംബന്ധിച്ചാണ്. അതേപോലെ ആത്മീയമായ പരാജയവും പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികളെ സംബന്ധിച്ചുമൊക്കെ സൂചിപ്പിക്കുന്ന ചില ആയത്തുകളാണ് ഇനി കടന്നു വരുന്നത്. അതാണ് നമ്മള് 120-ാമത്തെ ആയത്ത് ഓതിക്കേൾപ്പിച്ചത്. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى എന്ന ആയത്ത്. നമ്മള് ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ള നിലക്ക് പിശാചിന്റെ ഇടപെടലുകളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫവസ്വസ ഇലൈഹി ശൈത്താനു, അപ്പോൾ പിശാചി അദ്ദേഹത്തിന് ദുർബോധനം നൽകി, വസ്വാസ് ഉണ്ടാക്കി. ഖാല, അവൻ പറഞ്ഞു, യാ ആദം, ആദമേ, ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽക്കിൻ ലാ യബ്ല, ആദമേ, നിത്യത നൽകുന്ന ഒരു വൃക്ഷത്തെ പറ്റിയും ക്ഷയിച്ചു പോകാത്ത ആധിപത്യത്തെ പറ്റിയും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? രണ്ട് കാര്യങ്ങളാണ് പിശാച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇത് നിത്യത നൽകുന്ന, കാലാകാലവും സ്വർഗത്തിൽ ജീവിക്കാൻ കാരണമാകുന്ന ഒരു മരമാണ്. അതേപോലെ ഇവിടെ ആധിപത്യം നിലനിൽക്കാൻ, അധികാരം നിലനിൽക്കാൻ, മുൽക്കില്ല യബുല, ആധിപത്യം നിലനിൽക്കാൻ, ക്ഷയിച്ചു പോകാത്ത ലാ യബുല, ക്ഷയിച്ചു പോകാത്ത, തീർന്നു പോകാത്ത, ദ്രവിച്ചു പോകാത്ത ഒരു ആധിപത്യത്തെ സംബന്ധിച്ചും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്നാണ് പിശാച് ചോദിക്കുന്നത്. ആയത്ത് നമുക്കൊന്നും കൂടെ ഓതാം. فوسوس إليه الشيطان قال يا آدم
قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى وملك لا يبلى ഷജറത്തുൽ ഖുൽദും മുൽക്കിൽ ലാ യബ്ല ഈ രണ്ട് വിഷയങ്ങളാണ് പിശാച് ആദമിനോട് എടുത്തു പറയുന്നത്. ഇത് ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരോട് മുഴുവൻ പറയുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇതിലുള്ള പദങ്ങൾ വസ്വസ, ദുർബോധനം നൽകി, ദുർമന്ത്രണം നൽകി എന്നൊക്കെ, ദുർമന്ത്രണം ചെയ്തു. ഹൽ അദുല്ലുക, ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ. ദല്ല എന്ന് പറഞ്ഞാൽ അറിയിച്ചു, കാണിച്ചു. ദല്ല, ദലീൽ എന്ന് പറഞ്ഞാൽ തെളിവ്. നമ്മളെ നാട്ടില് ദല്ലാള് എന്ന് പറയാറില്ലേ, അത് തന്നെ വാക്ക്. ഹൽ അദുല്ലുക, ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ. ഷജറുൻ ഹുൽദുൻ, രണ്ട് വാക്ക്. ഷജറത്തിൽ ഹുൽദ്, അനശ്വരതയുടെ നിത്യതയുടെ വൃക്ഷമെന്ന്. ബലാ ലാ യബ്ല, മുൽക്കുൻ ലാ യബ്ല, ക്ഷയിച്ചു പോകാത്ത ആധിപത്യം, രാജാധികാരം എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. വസ്വസ എന്ന വാക്ക് സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ തമ്മിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ആകർഷകവും നേർത്തതുമായ ശബ്ദത്തിനാണ് വസ്വസ എന്ന് പറയുന്നത് എന്നാണ്. സ്വർണ്ണാഭരണങ്ങൾ അത് നമ്മൾ കയ്യിലിട്ട് ചെറുങ്ങനെ കിലുക്കുമ്പോ, അത് കൂട്ടിമുട്ടുമ്പോ ഒക്കെ ഉണ്ടാകുന്ന നേർത്ത ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തിനാണ് വസ്വാസ് എന്ന് പറയുന്നത്. ഉറക്കെയുള്ള ശബ്ദം കേട്ടാൽ മനുഷ്യൻ ഭയന്ന് മാറിപ്പോകും. എന്നാൽ ആഭരണങ്ങളുടെ നേർത്ത ശബ്ദം കേട്ടാൽ കൗതുകത്തോടുകൂടി തിരിഞ്ഞു നോക്കാറില്ലേ? അതാരുടേതാണ് ആ ആഭരണം, ഏതാണ് ആ ആഭരണം, അതിന്റെ ഭംഗിയും അഴകും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആഭരണങ്ങളുടെ ശബ്ദം കേട്ടാൽ നമ്മൾ തിരിഞ്ഞു നോക്കൂലേ? അങ്ങനെ ആകർഷകമായ വിധത്തിൽ പതിയെ വരുന്ന ചെറിയ ശബ്ദത്തോടുകൂടി വരുന്ന വ്യക്തിയാണ് പിശാച് എന്നാണ് ഈ വസ്വസ എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. അഥവാ പിശാച് തെറ്റുകളെ ഭയാനകമായ രൂപത്തിലല്ല അവതരിപ്പിക്കുന്നത്, ക്രമാനുഗതമായ ചതിയാണ്. ഒരു ഇസ്തിദ്റാജ് എന്ന് പറയും. മെല്ലെ മെല്ലെ പതിയെ പടിപടിയായി ഒരാളെ, ഒരു വ്യക്തിയെ പിശാച് തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങേയറ്റം ആകർഷകമായ മാസ്മരികമായ രൂപത്തിലാണ് പിശാച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ സംഭവം തന്നെ സൂറത്തുൽ അറാഫിൽ അള്ളാഹു എടുത്തു പറയുമ്പോ വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, അവരുടെ അടുക്കൽ വന്നിട്ട് അവൻ സത്യം ചെയ്ത് പറയാണ്, ഞാൻ എന്തായിരുന്നാലും നിങ്ങളോട് ഏറെ ഉപദേശം നടത്തുന്ന വ്യക്തിയാണ്, നാസിഹാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിശാച് അവിടെ വന്നിരിക്കുന്നത് എന്ന് സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഏതൊരു തിന്മയുടെ തുടക്കവും ഭയാനകമായ പാതയിലൂടെ അല്ല, മറിച്ച് കൗതുകകരവും ആകർഷകവുമായ വാഗ്ദാനങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്നതിലേക്കുള്ള സൂചനകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ പിശാച് ഈ മരത്തിന് പേരിട്ടിരിക്കുന്നു, ഷജറത്തുൽ ഖുൽദ് എന്ന്. നമ്മൾ കണ്ടില്ലേ, അള്ളാഹു ആ മരത്തിന് അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, പിശാചാണ് ഈ മരത്തിനൊരു പേരിട്ടത്. ഷജറത്തുൽ ഖുൽദാണത്. നിത്യതയുടെ ശാശ്വതമായ നിലനിൽക്കുന്ന അതിനാവശ്യമായ ഒരു മരമാണിത്. അതുകൊണ്ട് ഇതൊരിക്കലും മിസ്സാകരുത് നിങ്ങൾക്ക് ഇവിടെയുള്ള ജീവിതം എന്നിങ്ങനെ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുക. ഈ വിലക്കപ്പെട്ട മരത്തിന് അള്ളാഹു പേര് നൽകിയിരുന്നില്ല. എന്നാൽ പിശാചി അതിന് പേര് നൽകുകയാണ് അനശ്വരതയുടെ വൃക്ഷം എന്നിട്ട് അവൻ നൽകുന്നൊരു വഞ്ചനയുണ്ട്. അതിലുള്ള കനി തിന്നാൽ
മരണം സംഭവിക്കില്ല, നിങ്ങൾ നിത്യമായി ഇവിടെ കഴിയും. അതോടൊപ്പം സ്വർഗത്തിലെ ആധിപത്യം എന്നേക്കുമായി നിങ്ങൾക്ക് നിലനിർത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്, എന്നൊരു പ്രലോഭനമാണ് പിശാച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഈ മരത്തെ സംബന്ധിച്ചും ഈ മരത്തോട് അടുക്കരുത് എന്നതിനെ സംബന്ധിച്ചും ഒക്കെ ആദം നബിക്ക് ഓർമ്മല്ലാണ്ട് പോയതല്ല, മറിച്ച് ഇങ്ങനെ ഒരു കപടമായ വാഗ്ദാനം, പൊള്ളയായ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പിശാച് യഥാർത്ഥത്തിൽ ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വായെയും അവരെ പറ്റിച്ചത് എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്നും നമ്മൾ കാണുന്നില്ലേ, ആധുനിക ലോകത്ത് ലഹരിയെ ആനന്ദം എന്ന് വിളിക്കുന്നു, എന്ന് പേരിട്ടിട്ട് ലഹരി ആനന്ദത്തിന്റെ ഭാഗമാണ്, സന്തോഷത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ലഹരിയുടെ പല ഭാഗങ്ങളും ആളുകൾ അതിനെ അനുവദനീയമാക്കുന്നത്, അല്ലെങ്കിൽ പിശാച് അവരിലേക്ക് കടന്നു വരുന്നത്. പലിശ വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെ പിശാച് ആളുകൾക്ക് പ്രേരണ നൽകുന്നത് അത് ലാഭമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അശ്ലീലതായ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് ഇത് മനുഷ്യന് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ്, സ്വാതന്ത്ര്യം നമ്മുടെ ഫ്രീഡം അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അശ്ലീലതയെ പിശാച് മനുഷ്യനിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ തെറ്റായ വിഷയങ്ങൾക്ക്, ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് ആകർഷകമായ പേര് പറഞ്ഞുകൊണ്ടാണ് പിശാച് പലപ്പോഴും രംഗത്തേക്ക് വരുന്നത് എന്നാണ്. പിശാച് തന്നെ പറയുന്നുണ്ട്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ എന്നാണ്. അവർക്ക് നാം തസീനാക്കി കൊടുക്കും, മനുഷ്യർക്ക് നാം അലങ്കാരമാക്കി കൊടുക്കും ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളും, എന്നിട്ട് അവരെ എല്ലാവരെയും നിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് എന്നാണ്. തെറ്റായ കാര്യങ്ങളെ വളരെ അലങ്കാരമാക്കിയിട്ട് മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ച് കൊടുക്കും പിശാച് എന്നാണ് അള്ളാഹുവിന്റെ മുമ്പിൽ പിശാച് ബോധ്യപ്പെടുത്തുന്ന കാര്യം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ പിശാച് ആദം നബി അലൈഹി ഇസ്ലാമിയെ പറ്റിക്കുന്നത്. ഒന്ന്, അനശ്വരതക്കായുള്ള കൊതിയാണ്, എന്നെന്നും ജീവിച്ചിരിക്കണം, എപ്പോഴും ജീവിച്ചിരിക്കണം, ഒരിക്കലും മരിക്കരുത് എന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വാഭാവികമായ ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ. ഞാന് മരിക്കരുത്, എന്നെന്നും ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും മനുഷ്യരുടെ മുമ്പിൽ, ആ മനുഷ്യരുടെ മനസ്സിൽ. ആ ഒരു ആഗ്രഹത്തെയാണ് പിശാച് ഇവിടെ ആദ്യമായി പിടികൂടുന്നത്. അതേപോലെ മനുഷ്യരുടെ ഉള്ളിലുള്ള ചില മോഹങ്ങളായിരിക്കും തനിക്ക് സ്ഥാനമാനങ്ങളും ശാശ്വതമായ അധികാരവും ഒക്കെ വേണമെന്ന്. അതിനെയും മനുഷ്യൻ പിടികൂടുകയാണ്. ഈ രണ്ട് വിഷയമാണ് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ ആദ്യ പിതാവിനെയും ആദ്യ മാതാവിനെയും ഒക്കെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള വഴിയെന്നോണം പിശാച് തെരഞ്ഞെടുത്തത് എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? അള്ളാഹുവിനെ അനുസരിച്ചാൽ മാത്രമേ ആധിപത്യവും സുഖവും നിലനിൽക്കുമായിരുന്നുള്ളൂ. പടച്ചവൻ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പിശാചിനെ അനുസരിച്ചപ്പോ സ്വർഗീയമായ ആ പദവി എല്ലാം നഷ്ടപ്പെടുകയാണ് അവർക്കുണ്ടായത് എന്ന് നമുക്ക് കാണാം. ഇനി നമ്മള് ആ വിഷയം അവസാനിപ്പിക്കുമ്പോ അതിന് മൊത്തത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതി, പിശാച് ഒരിക്കലും തന്നെ വരൂ നരകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ അടുക്കലേക്ക്, മനുഷ്യരുടെ അടുക്കലേക്ക് വരുന്നത്. നമ്മളൊക്കെ എപ്പോഴും ആ മനസ്സിൽ ചിന്ത വേണം. മറിച്ച് ഇത് നിനക്ക് ഗുണകരമാണ് എന്ന ഒരു ഉപദേശിയുടെ വേഷത്തിലാണ് പിശാച് കടന്നു വരിക. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലുള്ള പിശാചുക്കളാണെങ്കിലും ജിന്നുകളിലുള്ള പിശാചുക്കളാണെങ്കിലും എല്ലാവരും വരുന്നത് ഇത് നിനക്ക് ഗുണകരമാണ് എന്ന് ഉപദേശിച്ചു കൊണ്ടായിരിക്കും അവരൊക്കെ വരുന്നത് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയാൻ. നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യം, പലപ്പോഴും മനുഷ്യർ അറിയാതെ പോകുന്നൊരു കാര്യം, ശാശ്വതമായ നന്മയും അനുഗ്രഹവും ഒക്കെ ലഭ്യമാകുന്നത് പടച്ചവനെ അനുസരിക്കുകയും അവന് ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് ലഭ്യമാകുക എന്ന് തിരിച്ചറിയാൻ സാധിക്കണം.
വിശ്വാസിയുടെ തിരിച്ചറിവാണ് ഈ അറിവ് എന്നത്. അതെ, ഏതെങ്കിലും തരത്തിൽ അബദ്ധം പറ്റിയാൽ പിന്നീട് വിശ്വാസികൾ എന്താ ചെയ്യേണ്ടത്? ആദം നബി അലൈഹി ഇസ്ലാം അവിടെ പിന്നീട് ചെയ്യുന്നത് പോലെ പാശ്ചാത്തപിക്കുക, പിശാചിനെ പോലെ ന്യായീകരിക്കാതിരിക്കുക. ആ പാഠം കൂടെയാണ് അടുത്ത ആയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം 121 ആയത്ത്. فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى. അതിലുള്ള വാക്കുകളുടെ അർത്ഥം അമാനിമൗലവിയുടെ തഫ്സീർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അവിടെ. ഫഅകല, അങ്ങനെ അവർ തിന്നു, അവർ രണ്ടുപേരും തിന്നു എന്നാണ് കേട്ടോ. മിൻഹ, അതിൽ നിന്ന്, ഫബദത്, അങ്ങനെ അവർക്ക് ഉടനെ വെളിവായി, ലഹുമ, അവർ രണ്ടുപേർക്കും, സൗആത്തുഹുമ, അവരുടെ നഗ്നത, സൗആത്തുൻ, അവർ രണ്ടുപേരുടെ, സൗആത്തുഹുമ, അവർ രണ്ടുപേരുടെയും നഗ്നത, രണ്ടാളും തുടങ്ങി, ശ്രമിച്ചു, യഹ്സിഫാനി, അവർ രണ്ടുപേരും പറ്റിക്കുവാൻ, പറ്റിക്കുക എന്ന് പറഞ്ഞാല് ഒട്ടിക്കുവാൻ പിടിച്ച് അവരുടെ ശരീരം മറക്കാൻ തുടങ്ങി, അലൈഹിമ, അവരുടെ രണ്ടുപേരുടെയും മേൽ, മിൻ വറഖിൽ ജന്നത്തി, സ്വർഗത്തിലെ ഇലകളിൽ നിന്ന്, ആദമു, ആദം നബി അനുസരണക്കേട് പ്രവർത്തിച്ചു, ഇസ്യാൻ ചെയ്തു, എതിര് കാണിച്ചു, റബ്ബഹു, തന്റെ രക്ഷിതാവിന്, അങ്ങനെ അദ്ദേഹം വഴി പിഴച്ചു, അദ്ദേഹം വഴി പിഴച്ചു. ഏതാണ് അപ്പോ ഈ ഒരു സംഭവത്തെ ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് സ്വാദ് യാ അവ ഇട്ടിട്ട് എഴുതിയിട്ട് കണ്ടില്ലേ? അവർ ആദം നബി അനുസരണക്കേട് കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അനുസരണക്കേട് കാണിച്ചു. അതേപോലെ ഹവ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വഴിപിഴച്ചു എന്നാണ് അള്ളാഹു അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം തൗബ ചെയ്തു മടങ്ങുകയാണ് ഉണ്ടായത് എന്ന്. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഒന്നും കൂടെ നോക്കൂ. فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى. അങ്ങനെ അവർ ഇരുവരും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു. അപ്പോൾ അവർ ഇരുവർക്കും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ വെളിപ്പെടുകയും സ്വർഗത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് തങ്ങളുടെ ദേഹം പൊതിയാൻ തുടങ്ങുകയും ചെയ്തു. ആദം തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുകയും അങ്ങനെ പിഴച്ചു പോവുകയും ചെയ്തു. അവർ രണ്ടുപേരും ആ മരത്തിൽ നിന്ന് തിന്നു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഗുഹ്യഭാഗങ്ങൾ വെളിപ്പെട്ടു, അവരുടെ നഗ്നത വെളിപ്പെട്ടു. സ്വർഗത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് അവരുടെ ദേഹം അവർ പൊതിയാൻ തുടങ്ങി. അത് മറയ്ക്കാൻ അവിടെ യമാനിബലി പറഞ്ഞതുപോലെ ഇലകൾ എടുത്തിട്ട് ശരീരത്തിലൊക്കെ പറ്റിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ അതാണ് അവർ ചെയ്തത്, അവർക്ക് തോന്നിയത് അങ്ങനെയാണ്. എന്നിട്ട് ഈ സംഭവം ഖുർആൻ പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാമി തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേടാണ് കാണിച്ചത്, അദ്ദേഹം പിഴച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്വർഗത്തിലാണല്ലോ അവരുള്ളത്. സ്വർഗത്തിലൊരു പ്രത്യേക ആവരണത്തിലാണ് അവർ ജീവിക്കുന്നത്. എന്ത് വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് അവരുടെ നഗ്നത വെളിപ്പെട്ടു പോയത്? എങ്ങനെ അവർക്ക് അത് ബോധ്യപ്പെട്ടത് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിവില്ല. സ്വർഗത്തിലൊരു പ്രത്യേകമായ അവസ്ഥയിൽ അവരങ്ങനെ അവിടെ ജീവിച്ചു പോരുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയിൽ കഴിയുന്നിടത്തോളം അവർക്ക് ദിവ്യമായ ഒരു ആവരണം ഉണ്ടായിരുന്നു. നഗ്നത എന്നത് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു തെറ്റ് ചെയ്തതോടുകൂടി, പിശാചിനെ അനുസരിച്ചതോടുകൂടി ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വസ്ത്രം ഉരിഞ്ഞു പോവുകയാണ് ചെയ്തത്.
വസ്ത്രം മാറിപ്പോവുകയാണ്, ആ ഒരു നഗ്നത അവർക്ക് വെളിപ്പെടുകയാണ് ചെയ്തത്. അതാണ് പാപത്തിന്റെ ആഘാതം എന്ന് പറയുന്നത്. ആ കനി രുചിച്ച മാത്രയിൽ ആത്മീയമായി അവർക്കുണ്ടായിരുന്ന ഒരു സംരക്ഷണ കവചം നഷ്ടപ്പെടുകയും അവരുടെ ഗുഹ്യഭാഗങ്ങൾ വെളിപ്പെടുകയും ചെയ്തു. അവിടെ സ്വാഭാവികമായും ജന്മസിദ്ധമായ ഒരു ലജ്ജ ആ സമയത്ത് അവർക്കുണ്ടാകുന്നു. അങ്ങനെ ജന്മസിദ്ധമായ ഒരു ലജ്ജയാണ് മനുഷ്യനുള്ള ലജ്ജ എന്ന് പറയുന്നത് അള്ളാഹു പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു കൊടുത്തതല്ല, ജന്മസിദ്ധമായ അള്ളാഹു ആ ജന്മത്തിൽ തന്നെ നൽകിയ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഉടനെ തന്നെ അവർ ചെയ്യുന്നത്, ആ ലജ്ജയുണ്ടായപ്പോ, നഗ്നത വെളിപ്പെട്ടപ്പോ അവർ അത് ആസ്വദിക്കുകയല്ല, മറിച്ച് ലജ്ജയോടെ സ്വർഗത്തിലുണ്ടായിരുന്ന ഇലകൾ പറിച്ചെടുത്ത് ശരീരം മറക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന വറക്ക്, അവിടെ ഇലകൾ എന്ന് തന്നെ പറഞ്ഞത്, എന്ത് ഇലയാണ്, എന്ത് മരമാണ് എന്നൊന്നും അറിയില്ല. ആ ഇലകൾ പറിച്ചെടുത്ത് മനുഷ്യൻ ശരീരം മറക്കാൻ തുടങ്ങി. ആദ്യമായി മനുഷ്യർ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ഇലയുടെ വസ്ത്രം. ഇല കൊണ്ട് അവരുടെ നഗ്നത മറക്കാൻ തുടങ്ങി. അപ്പൊ വസ്ത്രധാരണവും ലജ്ജയും എന്ന് പറഞ്ഞത് മനുഷ്യൻ പിന്നീട് അടുത്ത കാലത്തെങ്ങാനും പഠിച്ചെടുത്തതാണ്. പണ്ടത്തെ മനുഷ്യരൊന്നും ആരും തന്നെ വസ്ത്രം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അത് ഇടക്കാലത്തൊക്കെ അങ്ങനെ വസ്ത്രം ധരിക്കാൻ കൂട്ടാക്കാത്തവരും വസ്ത്രം ധരിക്കുന്നതിന് എതിരെ ഉള്ളവരുമൊക്കെയായ ചില വിഭാഗങ്ങളൊക്കെ സമൂഹത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോ വസ്ത്രധാരണവും അത് വസ്ത്രമില്ലാതിരിക്കുമ്പോഴുള്ള ലജ്ജയുമൊക്കെ എന്ന് പറയുന്നത് മനുഷ്യൻ പിന്നീട് പഠിച്ചെടുത്തൊരു കാര്യമല്ല, അവന്റെ സൃഷ്ടിപ്പിലുള്ള ജന്മസിദ്ധമായ ഒരു സ്വഭാവമാണ്, അഥവാ ഫിത്രത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്നൊരു ഭാഗത്ത്, ഈമാന്റെ ഒരു ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈരിൻ, ലജ്ജ എന്നത് നന്മയല്ലാതെ മറ്റൊന്നും തന്നെ കൊണ്ടുവരികയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലജ്ജ എന്നത് മനുഷ്യ സഹജമായ ഒരു സംഗതിയാണ്. അതേപോലെ നഗ്നത മറക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു ബോധമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട പിശാചിന്റെ ലക്ഷ്യം, ഈ വഴിതെറ്റിക്കുന്നതിന് പിശാച് പ്രധാനമായിട്ടും ലക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ലജ്ജ ഇല്ലാണ്ടാക്കാനാണ്. പിശാച് ആദം നബി അലൈഹി ഇസ്ലാമിനെ വഞ്ചിച്ചത് കേവലം ഒരു പഴം കഴിപ്പിക്കുക മാത്രമല്ല, പഴം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ മാന്യതയും ലജ്ജയും തകർക്കലാണ്. ആ പഴം കഴിക്കുന്നതോടുകൂടി, അഥവാ ആ തെറ്റിലേക്ക് മനുഷ്യൻ ഇറങ്ങുന്നതോടുകൂടി പിന്നീട് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ മനുഷ്യനിൽ ഉടലെടുക്കുകയാണ്, അവന്റെ മാന്യത നഷ്ടപ്പെട്ടു പോവുകയാണ്, അവന്റെ ലജ്ജ തകർന്നു പോവുകയാണ്. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്. ഒരു തെറ്റ് ചെയ്യാൻ മടി ഉണ്ടാകുമാകും, ലജ്ജ തോന്നും, മടി തോന്നും. അതൊരിക്കൽ ചെയ്തു, വീണ്ടും ചെയ്തു, വീണ്ടും ചെയ്ത് പിന്നെ നാലാമത് ചെയ്യുമ്പോഴേക്കും അവന്റെ ലജ്ജ പൂർണ്ണമായി അവനിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതല്ലേ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അറാഫിലെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ആദം സന്തതികളെ എന്ന് കുറിച്ച്, യാ ബനി ആദം, നിങ്ങളുടെ മാതാപിതാക്കളുടെ വസ്ത്രം നീക്കം ചെയ്ത് അവരുടെ ഗുഹ്യഭാഗങ്ങൾ കാണിച്ചു കൊടുത്തതുപോലെ പിശാച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? അള്ളാഹു അവിടെ മനുഷ്യ സന്തതികളെ മുഴുവനും വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കളുടെ വസ്ത്രം നീക്കം ചെയ്ത് അവരുടെ ഗുഹ്യഭാഗങ്ങളൊക്കെ അവിടെ കാണിച്ചു കൊടുക്കപ്പെട്ടതുപോലെ നിങ്ങളെ പിശാച് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. മനുഷ്യന് പിശാചിന്റെ അവന്റെ ഈ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തെറ്റുകളിലേക്ക് സംഭവിക്കുന്നത് ഇതേപോലെയുള്ള കുഴപ്പങ്ങളാണ് എന്നാണ് അള്ളാഹു അവിടെ നമ്മളെ പഠിപ്പിച്ചു വരുന്ന ഒരു കാര്യം. ഈ ശരീരം പ്രദർശിപ്പിക്കുന്നതും അതേപോലെ വസ്ത്രധാരണത്തിൽ അശ്ലീലത കൊണ്ടുവരുന്നതുമൊക്കെ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പിശാചിന്റെ ആ പുരാതന കാലഘട്ടത്തിലെ ആ പുരാതനമായ തന്ത്രത്തിന്റെ തുടർച്ചയാണ് ഇന്ന് ലോകത്ത് കാണുന്ന ശരീരം പ്രദർശിപ്പിക്കുന്നതും
വസ്ത്രധാരണത്തിലൊക്കെയുള്ള അശ്ലീലത കൊണ്ടുവരുന്നതും എന്നൊക്കെയാണ്. ആര് കൊണ്ടുവന്നാലും ആര് ചെയ്താലും അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. പിശാച് നേരത്തെ കൊണ്ടുവന്ന ആ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ട് പൈശാചികമായ കുതന്ത്രമാണ് ഈ ആളുകളൊക്കെ ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ ഓതി വെച്ച ആയത്ത്, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശൻ വലിബാസു തഖ്വ ദാലിക ഖൈർ. അല്ലാഹു മറ്റൊരു ഭാഗത്ത് നമ്മളെ കേൾപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യരെ, ആദമിന്റെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്ത് പറയുന്നത്, നിങ്ങൾക്ക് നാം വസ്ത്രം നൽകിയിരിക്കുന്നു, എന്നാൽ തഖ്വയാകുന്ന വസ്ത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന്. തഖ്വയാകുന്ന ഒരു വസ്ത്രമുണ്ട്, ആത്മീയതയാകുന്ന ഒരു വസ്ത്രമുണ്ട്, ആത്മാവിന് കിട്ടേണ്ട ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രമാണ് ഏറ്റവും മെച്ചപ്പെട്ട വസ്ത്രം. ആ വസ്ത്രം നഷ്ടപ്പെട്ടു പോകുന്നതിനെ നിങ്ങൾ പേടിക്കണം, ഭയപ്പെടണം കേട്ടോ എന്നാണ്. അപ്പൊ മനുഷ്യന് ആന്തരികവും ബാഹ്യവുമായ വസ്ത്രങ്ങളുണ്ട്. ഉള്ളിലുള്ള വസ്ത്രമുണ്ട്, പുറത്തുള്ള വസ്ത്രമുണ്ട്. അതെന്താ? ഉള്ളിലുള്ള വസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ നഗ്നത മറക്കാനുള്ള വസ്ത്രമാണ്. അതിനാണ് ദൈവഭക്തി, തഖ്വ എന്ന് പറയുന്നത്. മറ്റൊന്ന് ശരീരത്തിന്റെ പുറമെയുള്ള വസ്ത്രമാണ്. ആ നഗ്നത മറക്കാൻ മനുഷ്യന് ബാഹ്യ വസ്ത്രം ആവശ്യമാണ്. ഇവിടെ അത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്ന ആളുകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ പൂർണ്ണ നഗ്നരാണ് എന്ന് അവരെ കൊണ്ട് ആദം അലൈഹി ഇസ്ലാമയുടെ ചരിത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുതകൾ. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുമ്പോ മനുഷ്യൻ അവന്റെ അന്തസ്സ് നഷ്ടപ്പെടുക. അവന്റെ കൽപ്പനകൾ പാലിക്കുമ്പോ യഥാർത്ഥത്തിൽ മനുഷ്യന് യഥാർത്ഥത്തിലുള്ള ആദരവാണ് അവന് തിരികെ ലഭിക്കുന്നത് എന്ന തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആദരവാണ് അവന്റെ ജീവിതത്തിൽ, അള്ളാഹു നൽകുന്ന ആദരവും ബഹുമാനവുമാണ് അവന്റെ ജീവിതത്തിൽ കിട്ടുന്നത്. മറിച്ച് പിശാചിന് വശംവദരാകുമ്പോ അവനെ തന്നെ സ്വയം മറക്കുകയാണ്. അവന്റെ സ്വന്തത്തിന്റെ അഭിമാന ബോധമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് കാണാം. നമ്മുടെ ആയത്തിന്റെ അവസാനത്തിൽ രണ്ട് കാര്യം പറഞ്ഞു തന്നില്ലേ? ഒന്ന് അക്ഷയത്തിനെ സംബന്ധിച്ച് തെറ്റ് ചെയ്തു, ധിക്കാരം ചെയ്തു എന്ന് പറഞ്ഞു. അതേപോലെ ഹവ എന്ന് പറഞ്ഞു, അവൻ ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുന്നു, മാർഗഭ്രംശം സംഭവിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇത്? അനുസരണക്കേട് എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവിനെ തള്ളിക്കളയുന്ന ധിക്കാരാണോ? അല്ല, മറിച്ച് മറവിയും പിശാചിന്റെ അള്ളാഹുവിന്റെ പേരിലുള്ള കള്ളസത്യവും കാരണം സംഭവിച്ച ഒരു സംഗതിയാണ്. മറവി സംഭവിച്ചു. അതേപോലെ പിശാച് ഇവിടെ കള്ളസത്യം ചെയ്തിട്ട് ഇത് ഞാൻ ശരിയെന്നാണ് പറയുന്നതെന്നുള്ള ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അതാണ്, അല്ലാതെ അള്ളാഹുവിനെ തള്ളിക്കളയുന്നുള്ള ഒരു ധിക്കാരത്തെ സംബന്ധിച്ചല്ല, ആരും അത്തരത്തിലുള്ള മഅസിയത്തിനെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ ഈ ഹവ എന്നതിന് ഭാഷയിൽ ലക്ഷ്യം തെറ്റിപ്പോയി എന്നാണ് അർത്ഥം. സ്വർഗത്തിൽ അനിശ്വരനാകാൻ ആഗ്രഹിച്ച പ്രവൃത്തിയിലൂടെ പുറത്തു പോകേണ്ടി വരികയാണ്, ലക്ഷ്യം വിപരീതമായി പോവുകയാണ്. സ്വർഗത്തിൽ കാലാകാലവും താമസിക്കാൻ വേണ്ടി ഉള്ള സൗകര്യമാണ് അങ്ങനെ ആഗ്രഹിക്കേണ്ടതിന് അങ്ങനെ ആഗ്രഹിച്ചത് പിശാച് നൽകിയ പ്രേരണയിലൂടെ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചത് കാരണത്താൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ലക്ഷ്യം തെറ്റിപ്പോയി, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയാണ് അവിടെ ഉണ്ടായത് എന്നാണ്. അപ്പൊ ഇവിടെ ആദം നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ഒരു സംഗതിയിൽ നിന്ന് അബദ്ധങ്ങളുടെ സഹജതയാണ്. മനുഷ്യൻ എത്ര വലിയ പദവിയിലാണെങ്കിലും അവൻ അബദ്ധങ്ങൾ സംഭവിക്കും. ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ പ്രവാചകൻ, സ്വർഗത്തിൽ താമസിച്ച വ്യക്തി, താമസിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അബദ്ധങ്ങൾ എന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അത് ആ കുറ്റം ഏറ്റു പറയണം. അള്ളാഹുവിനോട് പറയണം, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്ന് നമ്മൾ പറയണം. തെറ്റുപറ്റുമ്പോൾ ന്യായീകരിക്കാതെ എളിയ മനസ്സോടെ ഏറ്റുപറയുന്നതാണ് ഉന്നതിയുടെ വഴി എന്ന് ഈ ചരിത്രത്തിലൂടെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയാകുമ്പോ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം ലഭിക്കും. പിഴവ് സംഭവിച്ച ആദം അലൈഹി സ്വലാമിനെ അള്ളാഹു കൈവടിഞ്ഞോ? ഇല്ല. പിന്നീട് ആയത്തുകൾ വരുന്നത് അദ്ദേഹത്തെ നമ്മൾ തെരഞ്ഞെടുത്തു എന്നാണ്, പ്രവാചകനായി തെരഞ്ഞെടുത്തു എന്നാണ്. മറിച്ച് പാശ്ചാത്തപിക്കാനുള്ള വഴികൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ട്
അദ്ദേഹത്തെ കൈവടിയാതെ അദ്ദേഹത്തിന് ആദരവ് നൽകിയിട്ട് അള്ളാഹു ബഹുമാനിച്ച് അന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നാണ്. അടുത്ത ആയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്, സുമ്മജിത്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദാ, സുമ്മജിത്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദാ. ഇജ്തബാഹു എന്നാണ്, അദ്ദേഹത്തെ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തു. റബ്ബുഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവ്, സുമ്മ എന്ന അനന്തരം അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു, ഉത്കൃഷ്ടനായ വ്യക്തിയായിട്ട് തെരഞ്ഞെടുത്തു. ഫതാബ അലൈഹി വഹദാ, അദ്ദേഹത്തിന്റെ പാശ്ചാത്താപം സ്വീകരിച്ചു. താബ അലൈഹി, അദ്ദേഹത്തിന്റെ പാശ്ചാത്താപം സ്വീകരിച്ചു. അദ്ദേഹത്തിന് വഹദാ, ഹിദായത്ത് നൽകുകയും ചെയ്തു. പിന്നെ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തോ? ഇല്ല. അതിൽ നിന്ന് മാറി ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി, ഉത്കൃഷ്ടനായ വ്യക്തിയായി മാറുകയാണ് ഉണ്ടായത്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ പടച്ചോൻ തന്നെ കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. അത് വെച്ച് അദ്ദേഹം തൗബ ചെയ്തു. അള്ളാഹു ഏറെ തൗബ സ്വീകരിക്കുന്നവനും അവൻ കാരുണ്യവാനുമാകുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകുന്നതാണ് എന്നിങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് അള്ളാഹു തന്നെ പറഞ്ഞു, അത് ഫതാബ അലൈഹി, നാം അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന ആ ഒരു തൗബ സ്വീകരിക്കുകയുണ്ടായി എന്ന്. അപ്പോ പാശ്ചാത്താപം എന്ന് പറയുന്നത് ഒരാളെ പഴയ അവസ്ഥയേക്കാൾ ഉന്നതനായ മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പാശ്ചാത്യ തൗബ എന്ന് പറയുന്നത് നേരത്തെയുള്ള അവസ്ഥയേക്കാൾ മനുഷ്യനെ അതിനേക്കാൾ ഒരു പടി കൂടെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു ഇജ്തബാഹു വഹദാഹു എന്നൊക്കെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ആദം അലൈഹി ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് നബിയാക്കി ഉയർത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത് എന്നാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഭൂമിയിലുള്ള ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാല്, മനുഷ്യ ചരിത്രത്തിന്റെ ഒരു ഉദ്ഘാടനമാണ്. ഭൂമിയിലേക്കുള്ള മനുഷ്യർ വരുന്ന, അതിനു വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്, അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നു, അതിന്റെ കാരണത്താൽ സ്വർഗത്തിലേക്ക് വരുന്നു. അപ്പൊ മനുഷ്യർ ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഉദ്ഘാടനം എന്താണെന്ന് ചോദിച്ചാൽ അതും തെറ്റുകളിലൂടെ തെറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് പാശ്ചാത്തപിച്ച് മടങ്ങി ഏറ്റവും ഉയർന്ന മനുഷ്യനായി മാറി. അങ്ങനെയാണ് ഭൂമിയിലേക്ക് മനുഷ്യർ വന്നത് എന്ന് നമ്മൾ കാണുമ്പോ അത്ഭുതം തോന്നുന്നില്ലേ? സുഖവും ദുഃഖവും നിറഞ്ഞ ഒരു പരീക്ഷണാലയമായ ഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ തയ്യാറെടുപ്പുകളാണ്, മനുഷ്യന്റെ വരവാണ്, അതിനുള്ള തയ്യാറെടുപ്പുകളാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ ആ ചെറിയ ഇടക്കാലത്തുള്ള ജീവിതവും അതിലൂടെ സംഭവിച്ച ഈ സംഭവ വികാസങ്ങളും എന്നൊക്കെയാണ് ഈ പറഞ്ഞ ഈ 3 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു സംഭവം നടന്നതിന് ശേഷമുള്ള അതിവിശാലമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ആയത്താണ് 123 ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് ആ ഭാഗം സംസാരിക്കാം എന്ന് കരുതുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിങ്ങൾ പങ്കെടുത്തതിനും ഇത്രയും സമയം കേട്ടതിനും മനസ്സിലാക്കിയതിനും ഒക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്തു തന്ന് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അതിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അതിലൂടെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا آتنا في الدنيا